നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കോട്ടയത്ത് PJ ജോസഫിന് സീറ്റില്ല. തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. മണ്ഡലം നിലനിർത്താൻ PJ ജോസഫിന് സീറ്റ് നൽകണമെന്ന് UDF നേതാക്കൾ കെ മാണിയെ ടെലിഫോണിൽ വിളിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ മണ്ഡലത്തിലെ മാണി വിഭാഗം സീറ്റ് തങ്ങൾക്ക് കിട്ടണം എന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ ജോസഫ് കേരള കോൺഗ്രസ് പിളർത്തും എന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തു നിന്നും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടനായിരിക്കും മത്സരിക്കുക. PJ ജോസഫ് സ്ഥാനാർത്ഥിയാകുന്നതിനോട് യോജിപ്പില്ല എന്ന് മണ്ഡലത്തിലെ മാണി വിഭാഗം നേതാക്കളെ അറിയിച്ചു. ഇതേ തുടർന്നാണ് ജോസഫിനെ വെട്ടി പകരം ചാഴിക്കാടിന്റെ പേരിലേക്ക് മാണി വിഭാഗം നീങ്ങുന്നത്. മാണി ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് ഈ സീറ്റ്, അത് തുടരണം എന്നുള്ള സമ്മർദ്ദമാണ് പാർട്ടി ചെയർമാനിലേക്ക് പാർട്ടി പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരരുതെന്നുള്ളതല്ല, നേരത്തെ ഉള്ള തുടർന്നു പോരുന്ന പോലെ പോകണം. കോട്ടയം സീറ്റിൽ ജയമുറപ്പിക്കാൻ PJ ജോസഫ് സ്ഥാനാർത്ഥിയാകണമെന്ന് UDF നേതാക്കൾ കെ മാണിയെയും ജോസ് കെ മാണിയെയും വിളിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. ജോസഫിനെ എതിർത്ത് മാണി വിഭാഗം നേതാക്കൾ രംഗത്തിറങ്ങിയതോടെയാണ് UDF നേതാക്കൾ ഇടപെട്ടത്. എന്നാൽ UDF ശ്രമം ഫലവത്തായില്ല. UDF ഇക്കാര്യത്തിൽ ഒരിക്കലും കേരള കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ ഇടപെടും എന്ന് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടി കരുതുന്നില്ല. കെ മാണി സാറിനെ പോലെയുള്ള ഒരു നേതൃത്വം ഈ പാർട്ടിക്കുണ്ട്. കെ മാണി സാർ പാർട്ടിയുടെ ചെയർമാനാണ്. കേരള കോൺഗ്രസിന്റെ സീറ്റ് ഏത് വേണമെന്ന് നിശ്ചയിക്കാൻ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനായ കെ മാണി സാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ കാര്യത്തിൽ തീരുമാനം പറയും. കോട്ടയം ജില്ലാ ഘടകത്തിന്റെ അഭിപ്രായം പാർട്ടി ചെയർമാൻ എന്താണെന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുമ്പോൾ MLA മാരെ മത്സരിക്കണമെങ്കിൽ ഞങ്ങൾ മത്സരിക്കില്ല. സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ PJ ജോസഫ് കേരള കോൺഗ്രസിനെ പിളർത്തിയേക്കുമെന്നാണ് സൂചന. പാർട്ടി പിളർത്തിയാൽ ഒപ്പം പോകുന്ന MLA മാരെ കൂറുമാറ്റത്തിന് വിധേയനാക്കുമെന്ന് മാണി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ജോസഫിന്റെ പാർട്ടിയെ UDF നിർത്താൻ പാടില്ല എന്നും മാണി ആവശ്യപ്പെടും. റിപ്പോർട്ടർ, കോട്ടയം. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ദില്ലിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനമാകാതെ പിരിഞ്ഞു. രാഹുൽ ഗാന്ധി മറ്റന്നാൾ സംസ്ഥാനത്തെത്തുന്നുണ്ട്. അതിനുശേഷം വെള്ളിയാഴ്ചയോടെ തീരുമാനമാകുമെന്നാണ് ധാരണ. കണ്ണൂരിൽ K സുധാകരൻ തന്നെയായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ സീനിയർ നേതാക്കൾ മത്സരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധിയാണ് തീരുമാനമെടുക്കുക. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായാലേ ബാക്കിയുള്ള സീറ്റുകളിൽ തീരുമാനമുണ്ടാകൂ. ഉമ്മൻചാണ്ടിയുടെയും മുല്ലപ്പള്ളിയുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യോഗം രാഹുൽ ഗാന്ധിയെ ചുമതലപ്പെടുത്തി. കണ്ണൂരിൽ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞുനിന്ന K സുധാകരൻ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പായി. കേരളത്തിലെ കോൺഗ്രസ് സീനിയർ നേതാക്കന്മാർ മത്സരരംഗത്തുനിന്ന് മാറുന്നു എന്ന പ്രചരണം ഒരിക്കലും ശരിയല്ല. കേരളത്തിലെ എല്ലാവരും ഹൈക്കമാൻഡ് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ആരും അതിനെ ധിക്കരിക്കുന്ന ഒരാളും കോൺഗ്രസിന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനും ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ അസൗകര്യങ്ങളുണ്ട്. അസൗകര്യങ്ങൾ ഒരാൾക്കുണ്ടാകാം. വ്യക്തിപരമായ അസൗകര്യങ്ങൾ സ്വാഭാവികമല്ലേ. അതിപ്പോൾ പറയുന്നത് കൊണ്ട് ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്നൊന്നും അല്ലെ പാർട്ടി അംഗീകരിക്കില്ല എന്നോ അല്ലെ നേതൃത്വം തീരുമാനങ്ങൾ ഇതിന് മത്സരിക്കാനില്ല എന്ന് പറയുന്ന വ്യാഖ്യാനത്തോട് യോജിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ശശി തരൂർ, കോഴിക്കോട് MK രാഘവൻ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ മത്സരിക്കും. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ പേരിനാണ് മുൻതൂക്കം. പാലക്കാട് VK ശ്രീകണ്ഠന്റെ പേരിനൊപ്പം ഷാഫി പറമ്പിലിന്റെ പേരും വീണ്ടും ഉയർന്നു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് പകരം PJ കുര്യൻ സീറ്റിനായി പിടിമുറുക്കിയിട്ടുണ്ട്. സിറ്റിംഗ് MPമാരുള്ളിടത്തും അല്ലാത്ത മറ്റു സ്ഥലങ്ങളിലും എല്ലായിടത്തും വിജയ സാധ്യത അത് ആയിരിക്കണം ക്രൈറ്റീരിയൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട ഉൾപ്പെടെ എല്ലായിടത്തും വിജയ സാധ്യതയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇനി ഒരാളെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒരാളുടെ പേര് മാത്രമേ എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലായിടത്തും വിജയ സാധ്യത നോക്കുക എന്നുള്ളതാണ്. KC വേണുഗോപാൽ പിന്മാറിയതോടെ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവരുടെ പേര് ഉയർന്നു വന്നു. എറണാകുളത്ത് KV തോമസിന് പകരം ഹൈബി ഈഡന്റെ പേരിന് മുൻതൂക്കമുണ്ട്. തൃശൂരിൽ TN പ്രതാപനാണ് സാധ്യത. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, മാത്യു കുഴൽനാടൻ എന്നിവർ പരിഗണനാ ലിസ്റ്റിലുണ്ട്. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി, ജോസഫ് വാഴക്കൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർ ലിസ്റ്റിൽ തുടരുന്നു. കാസർഗോഡ് സുബയ്യ റായിക്കാണ് മുൻതൂക്കം. T സിദ്ദിഖ് വയനാട്ടിലോ വടകരയിലോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. റിപ്പോർട്ടർ, ദില്ലി. ഒപ്പം തന്നെ NPJ കുട്ടി തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ അജയ് തറയിൽ. ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മണ്ഡലം കൺവെൻഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നു, പിരിഞ്ഞു എന്നല്ലാതെ വേറെ ഒരു ഡീറ്റെയിലും അറിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ശ്രീ അജയ് തറയിൽ താങ്കൾക്ക് നന്നായി അറിയാമത് സീനിയർ നേതാക്കൾ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. മത്സരിക്കുകയാണ് എങ്കിൽ ബാക്കിയുള്ള സീറ്റുകളിലും ഉള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ കഴിയും. കാരണം ബാക്കിയുള്ള സീറ്റുകളിലെ സാമുദായിക സന്തുലനം ഈ സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ അറിഞ്ഞു വേണമല്ലോ കോൺഗ്രസിന് നിശ്ചയിക്കാൻ. ഒരു കാര്യത്തിലും ധാരണയാകാതെ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ശുഭകരമാണോ? ഇനി 42 ദിവസമുണ്ട് തെരഞ്ഞെടുപ്പിന്. കോൺഗ്രസ് ആശങ്കയില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ കാര്യത്തിൽ.
ഞങ്ങൾ വളരെ കണക്കൂട്ടി തന്നെയാണ് നീങ്ങുന്നത്. കോൺഗ്രസിൻ്റെതായ ഇതേ കോൺഗ്രസ് തന്നെയാണ് ഫെബ്രുവരിയിൽ ഈ അല്ലല്ല. പറയുന്ന സ്ഥാനാർത്ഥി. ഇല്ല അതൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ ഇന്ന് സ്ക്രീനിങ് കമ്മിറ്റി കൂടിയിട്ടില്ല. സ്ക്രീനിങ് കമ്മിറ്റി കൂടിയിട്ടില്ല ഡൽഹിയിൽ. മുകുൾ വാസനിക്ക് കേരളത്തിലെ സീനിയർ നേതാക്കന്മാരെ വിളിച്ചൊരു യോഗം നടത്തിയെന്നല്ലാതെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ആരാ ഉള്ളേ? കേരളത്തിൽ സ്ക്രീനിങ് കമ്മിറ്റി ഉള്ളത് ശ്രീ മുകുൾ വാസനിക്കും ശ്രീ രമേശ് ചെന്നിത്തലയും KPC പ്രസിഡന്റും മാത്രമേ ഉള്ളൂ. സ്ക്രീനിങ് കമ്മിറ്റി അല്ല കൂടിയത്. പിന്നെ എന്താ കൂടിയെന്ന്? അല്ല, അത് കേരളത്തിലെ സമുദ്രരായ നേതാക്കന്മാരുടെ ഒരു ഒത്തുചേരലുണ്ടായി അവിടെ. ആ സമയത്ത് ശ്രീ KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചു. അദ്ദേഹത്തിന് വേറെ പണിത്തിരക്കൽ നീങ്ങേണ്ടി വന്നു. കേരളത്തിൽ വന്നു പോയതിന് ശേഷം കാലത്തിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അതിൻ്റേതായ ചില ചട്ടവട്ടങ്ങളും പ്രക്രിയകളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇവിടെ തോക്കാൻ കുറേ ആളുകൾ ഇറങ്ങി തിരിച്ച ആളുകൾ അവർ 2 ആഴ്ചയോ 1 മാസമോ 10 മാസം മുമ്പ് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അയ്യോ അവരിറങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല. ഇപ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി തന്നെ അതിനെ വളരെ ലാഘവത്തോടു കൂടി കാണുകയാണ്. നിങ്ങൾക്ക് ലാഘവത്തോടു കൂടി കണ്ടോളൂ. നിങ്ങൾ ലാഘവത്തോടു കൂടി കാണുന്നതിനോട് എനിക്ക് വിയോജിക്കാനോ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. പക്ഷേ നോക്ക്, കേരളത്തിലെ ഇലക്ഷൻ കമ്മിറ്റി യോഗം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി ചേരുകയും ആ കാര്യങ്ങൾ തിങ്കളാഴ്ച ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നേരത്തെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നു എന്നാണ് AICCയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന എല്ലാ റിപ്പോർട്ടർമാരും റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ 3 പേരേ ഉള്ളൂ. അവർ 3 പേരും ഇന്ന് ദില്ലിയിലുണ്ട് താനും. അപ്പോൾ ഇവിടെ നോക്ക്, ആ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഉമ്മൻചാണ്ടി മത്സരിക്കുമോ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമോ? KC വേണുഗോപാൽ മത്സരിക്കുമോ? VM സുധീരൻ മത്സരിക്കുമോ? ഈ 4 നേതാക്കളുടെ കാര്യത്തിലാണ്. ഈ 4 നേതാക്കളും മത്സരിക്കുമെങ്കിൽ അതിനനുസരിച്ച് വേണം അടുത്ത സീറ്റുകളിൽ സാമുദായിക സന്തുലനത്തോടു കൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ, അല്ലേ? അത് പക്ഷേ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പം നാളെ തമിഴ്നാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തും. അത് കഴിഞ്ഞ് മറ്റന്നാൾ കേരളത്തിലേക്ക് അദ്ദേഹം എത്തും. തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും LDF 1 ആഴ്ചത്തെ പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കി. അവർ നടക്കട്ടെ. ഞങ്ങൾക്ക് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് ശ്രീ ഉമ്മൻചാണ്ടി AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ MP ആക്കണം എന്നൊരാഗ്രഹമുണ്ട്. അദ്ദേഹം കേരള പൊളിറ്റിക്സിൽ നിന്നും വിട്ടുപോരുന്നില്ല. എനിക്ക് താല്പര്യം അതാണ് എന്ന ലൈനിലാണ് നിൽക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം KPCC പ്രസിഡൻ്റായ സമയത്ത് തന്നെ പറഞ്ഞു, ഞാൻ ഇനി വടകരയിലും മത്സരിക്കുന്നില്ല. അദ്ദേഹം ആ ഒരു നിലപാടാണ്. KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് ഇന്നേ പറഞ്ഞുള്ളൂ, ഇത്ര ദിവസം പറഞ്ഞില്ല. പക്ഷേ അവിടെ അദ്ദേഹത്തിന് തിരക്ക് കൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ മത്സരിച്ച് അടങ്ങുമെന്ന ആളുകളല്ലോ. പക്ഷേ ഞങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ച് സീനിയർ നേതാക്കന്മാർ കൂടി ഡൽഹിയിലേക്ക് പോകണം എന്ന ഒരു ധാരണ ഉള്ളത് കൊണ്ട് ഇത്തരം ആളുകൾ മത്സരിക്കുമോ എന്നൊരു ശ്രമം നടത്തുന്നത് രാഹുൽ ഗാന്ധിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇവരോട് സംസാരിച്ച കാര്യം തീരുമാനമെടുക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് 20 സ്റ്റേറ്റിൽ 10 സീറ്റിൽ കോൺഗ്രസ് വിജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെയാണ് വിജയിച്ച് കഴിയുക? അതുപോലുള്ള സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത്. അതല്ലേ LDF സ്ഥാനാർത്ഥികൾ അതുപോലുള്ള സ്ഥാനാർത്ഥികളാണ്. ഏതൊക്കെ സ്ഥലവും ഞാൻ പറയുന്നില്ല. 10 സ്ഥലങ്ങളിൽ അതുപോലെയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എളുപ്പമാണ്. ഇപ്പൊ നിർത്തി ഞാൻ പറഞ്ഞ ഏറ്റവും അൻവരെ പോലെയുള്ള തമാശ ആംഗിൾ വേണ്ട. കാരണം നിങ്ങൾക്ക് നല്ല ഭീതിയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഈ പുച്ഛത്തിൽ നിന്ന് തന്നെ ബോധ്യമാണ്. നോക്ക്, വടകര നിലനിർത്തണമെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വേണം എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ ആവശ്യമല്ലേ? ഇടുക്കി പിടിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടി വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യമല്ലേ? ആലപ്പുഴ ആരിഫിനെ നേരിടണമെങ്കിൽ KC വേണുഗോപാൽ വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യമല്ലേ? തൃശ്ശൂർ പിടിക്കണമെങ്കിൽ അതാ പറയുന്നത്. ഇവരെല്ലാവരും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി, VM സുധീരൻ, KC വേണുഗോപാൽ എല്ലാവരും അങ്ങനെ പറയുന്നത്. അതാ ഇപ്പോൾ തൃശ്ശൂർ പിടിക്കാൻ VM സുധീരൻ വേണം എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെ സാധാരണഗതിയിൽ ശ്രീ അജയ് തറയിൽ കേട്ടോളൂ, നമ്മൾ കുറേ കാലമായാലോ ഈ സീറ്റ് വിഭജന ചർച്ചകളുടെ പിന്നാലെയൊക്കെ പോകുന്നത്. സാധാരണഗതിയിൽ എന്താ സംഭവിക്കാറുള്ളത്? സിറ്റിംഗ് MP യെ
മലർത്തിയടിക്കാൻ ഏത് സ്ഥാനാർത്ഥിക്ക് കഴിയും എന്നുള്ള നിലയിലാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകളെല്ലാം മുന്നോട്ട് പോകാറുള്ളത്. ഇത് അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മറികടക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണ് നിങ്ങളിപ്പോ പോകുന്നത്. ഞാൻ പറയാം ഞാൻ ഉന്നയിച്ച ചോദ്യത്തിന് അനുസൃതമായ ഉദാഹരണങ്ങൾ ഞാൻ നൽകും. പി ജയരാജ് എറണാകുളത്ത് KV തോമസ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് നിങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. പി രാജീവ് വന്നപ്പോഴേക്കും ഹൈബീഡന്റെ പേര് പെട്ടെന്ന് സജീവമായല്ലോ. ഇനി കേൾക്കാം. ദിഗേഷ് ഒരു രാജീവിനെ ജയിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ചാലക്കുടിയാണ് രാജീവിനെ എറണാകുളത്ത് ഇട്ട് അവര് രാജീവിനെ ഒതുക്കാനൊന്നും നിൽക്കും. വടകര എന്തായാലും KPCC അധ്യക്ഷൻ മത്സരിക്കില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് P ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വേണം എന്ന് മാത്രമല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടെങ്കിലേ അവിടെ ജയിക്കൂ എന്നുള്ളൊരു കോറസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആസഫ് അലിയെ പോലുള്ള വളരെ നല്ല നേതാക്കന്മാരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മത്സരിപ്പിക്കാൻ ധൈര്യമില്ല. സംഘടനയ്ക്ക് മത്സരിപ്പിക്കാൻ ഞാൻ പേരുകൾ പറയണം. P ജയരാജൻ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ മുല്ലപ്പള്ളി മത്സരിക്കണം എന്ന ഒരു ഉണ്ടായിരുന്നു. അത് പെരിഫറലായി അങ്ങനെ ഒരു ആവശ്യം ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം. P ജയരാജന് ആളുകളെ കൊല്ലുന്ന പോലെ വോട്ട് പിടിക്കാൻ പറ്റും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കാക്കുമില്ല. നിങ്ങൾക്ക് അവിടെ KM അഭിജിത്തിനെ നിർത്തിക്കൂടെ ഒറ്റയടിക്ക്? ഞങ്ങൾ നിർത്തുമല്ലോ. ആളെ കൊല്ലുന്ന ആളാണ് P ജയരാജൻ. ഒരു ഇൻഡിപെൻഡന്റ് വോട്ട് നിങ്ങളിപ്പോ എന്താ അവിടെ ചർച്ച ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം RMPIയുടെ സംസ്ഥാന കമ്മിറ്റി അവിടെ വടകരയിൽ യോഗം ചേർന്നു. എന്നിട്ട് എന്താ തീരുമാനിച്ചിട്ടുള്ളത്? രമയെ നിർത്താൻ തീരുമാനിച്ചു. ആ രമയെ നിർത്താൻ തീരുമാനിക്കുമ്പോ ഈ ലിങ്ക് അവിടെ പോകുന്നുണ്ടല്ലോ. കോൺഗ്രസും RMPI നേതൃത്വവും തമ്മിലുള്ള ലിങ്ക് അവിടെ പോകുന്നുണ്ടല്ലോ. രമയെ നിർത്തുമ്പോ എന്താ അവരുടെ കണ്ടീഷൻ? സ്ഥാനാർത്ഥിയായി രമയെ നിർത്തണം എന്നുള്ളതാണ്. അല്ലല്ല, രണ്ട് തെരഞ്ഞെടുപ്പിലും TP ചന്ദ്രശേഖരൻ മത്സരിച്ചു, രമ മത്സരിച്ചു. ഇത്തവണ രമ മത്സരിച്ചു. ഞാൻ പറയട്ടെ ജയരാജന് ഞങ്ങളുടെ കണക്കനുസരിച്ച് ജയരാജന് സോളിഡായ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾ കിട്ടുകയും എന്നതിനപ്പുറത്തേക്ക് ഒരു അദ്ദേഹം കൊന്നൊടുക്കിയ ഒരു വലിയ സമുദായമുണ്ട്. ആ സമുദായത്തെ വളരെയേറെ നികഷ്ടമായി കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൊന്നൊടുക്കിയ സമുദായം ഏതാണ്? അല്ല, അതൊന്നും ഞാൻ അറിയാലോ. ഇപ്പോ CBI കേസ് അല്ലല്ല, ഞങ്ങൾ നോക്ക് ഇവിടെ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ സ്പെസിഫിക് ആയി പറയുന്ന ആളല്ലോ, കൃത്യമായി പോയിന്റഡ് ആയി കാര്യം പറയുന്ന ആളാണ് അജയ് തറ. അജയ് തറയിൽ ഇപ്പൊ പറയുന്നു വടകര ലോക്സഭാ സീറ്റിൽ ജയരാജൻ കൊന്നൊടുക്കിയ സമുദായാംഗങ്ങൾ ജയരാജനെതിരെ വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങൾ RSSന്റെ വോട്ട് വടകരയിൽ പ്രതീക്ഷിക്കുകയാണ്. അതല്ലേ ഞാൻ ചോദിച്ചത്. ഇപ്പൊ CBI കേസ് വന്നിരിക്കുന്നത് ഏത് കേസിനാ? ഷുഹൈബിന്റെയും ഷുക്കൂറിന്റെയും സമുദായമാണോ CBI കേസ് വന്നിരിക്കുന്നത്? എവിടെയാ CBI കേസ്? ഏതാ പ്രതിയായി കേസ് വന്നിരിക്കുന്നത്? എവിടെയാ? ഏതാ ഷുഹൈബിനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണ് മനോജിന്റെ കൊലപാതകം. നികേഷ് ചിലപ്പോ ജയരാജനെ പേടിയായിരിക്കാം, പക്ഷേ വടകരയിലെ വോട്ടർമാർക്ക് ജയരാജനെ പേടിയില്ല. അതുകൊണ്ട് ജയരാജൻ നല്ല കാൻഡിഡേറ്റ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വാദം 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിരിക്കുന്നു. അതിൽ 16 CPM സ്ഥാനാർത്ഥികളുണ്ട്. നിങ്ങളുടെ സഹോദരിയെ തോൽപ്പിക്കാൻ കാരണക്കാരൻ TP ചന്ദ്രശേഖരനാണ് എന്നതുകൊണ്ട് അവൻ്റെ തല കാണാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച് അത് തല കൊയ്തൊടുക്കിയ പാരമ്പര്യമുള്ള ഒരാള് വടകരയെന്ന് ജയിച്ച് MP ആകും എന്ന് പറയുന്നത് നമ്മൾ കളർഫുള്ളായി വർത്തമാനം പറയാൻ അറിയാം അജയ് തറയിലിന് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് എൻ്റെ ആ ഒരു അടിസ്ഥാനപരമായ വാദം
തിരുവനന്തപുരം, തിരുവനന്തപുരം എടുക്കാം. കൊല്ലം, തിരുവനന്തപുരം എടുക്കാം. മാവേലിക്കര. തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരത്ത് സി ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ തിരുവനന്തപുരത്ത് സി ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഏതെങ്കിലും തരത്തിൽ ശശി തരൂറിന് ഭീഷണിയായിട്ടുണ്ടോ എന്നുള്ളതല്ലേ ചോദ്യം. ശശി തരൂർ അവിടെ ഏക സ്ഥാനാർത്ഥിയാണ് UDF-ന്റെ. ആ നിലയിൽ ഒരുപക്ഷെ സി ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം അവിടെ വലിയ നിലയിലുള്ള സ്ഥാനത്ത് പോകുമെന്ന് മാത്രമല്ല ഒരു 50,000-ൽ പരം വോട്ടിന് പിന്നിലായിരിക്കും. അപ്പോൾ 50,000 വോട്ടിന് ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് ആരാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ഞാൻ അജയ് തറയിലിന്റെ ഉദ്ദേശം അവിടെ എനിക്ക് മനസ്സിലായി. പിന്നെ കൊല്ലത്ത് അവിടെയും RSSന് വോട്ട് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് LDF-നെ തോൽപ്പിക്കാൻ. ബെന്നറ്റിനെ കൊണ്ടുവന്ന് ബെന്നറ്റൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങൾ അടുത്ത മണ്ഡലത്തിലേക്ക് വരും. അടുത്ത മണ്ഡലത്തിലേക്ക് അല്ല, തിരുവനന്തപുരം വെച്ച് പറയാണ്. തിരുവനന്തപുരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ താങ്കൾ പറയുകയാണ് ഒന്നാം സ്ഥാനത്ത് ശശി തരൂർ, 50,000 വോട്ടിന് പിന്നിൽ കുമ്മനം രാജശേഖരൻ, അത് കഴിഞ്ഞേ വരൂ സി ദിവാകരൻ. എങ്ങനെ അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാണ് RSSന് വോട്ട് പിടിച്ചു കൊടുക്കുന്നത്? എന്തിനാണ് BJPക്ക് വോട്ട് പിടിച്ചു കൊടുക്കുന്നത്? കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്ത് തരത്തില്ലേ? കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്താണെങ്കിൽ ബെന്നറ്റ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു, CPI-ക്കുള്ളിൽ ഉണ്ടായിരുന്നു, മുന്നണിക്കുള്ളിൽ. ഒരു കാര്യം മനസ്സിലാക്കുന്ന കേസ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് LDF 3-ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് LDF 3-ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഈ 3-ാം സ്ഥാന പാർട്ടിയാണ് ഇവര് ഈ പല സ്ഥലങ്ങളിലും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തവണയും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കീഴിലുള്ള നിയമസഭാ സീറ്റല്ലേ നിങ്ങൾ കൂട്ടുണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, അത് കഴിഞ്ഞ് കൊല്ലത്തിന്റെ സ്ഥിതിയാണെങ്കിലും അല്ല, അതിനിടയിൽ ആർട്ടിക്കൽ ഉണ്ട്. അല്ല, അത് കാൻഡിഡേറ്റ് വരട്ടെ, അപ്പൊ കാണിച്ചു തരാം ഞാൻ. അപ്പോ ഒരു 10 സീറ്റിലെങ്കിലും LDF 1-ാം റൗണ്ടിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി കുറെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നതിനപ്പുറത്തേക്ക് UDF-ന്റെ ഈ വലിയ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥികളെ കേരളത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ഉത്തമ വിശ്വാസത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഈ പൊതുവിലയിരുത്തൽ ആദ്യ ഒരു പെർസെപ്ഷൻ വാറിൽ അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ വലിയ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ അക്കാര്യത്തിലൊരു മുമ്പും അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ഉണ്ടായി എന്നാണോ സംഭവിക്കുന്നത്? ഇതിനു മുമ്പും LDF ഇങ്ങനെ മുന്നോടും ഉണ്ടായി എന്നാണ് സംഭവിക്കുന്നത്. കിട്ടിയല്ലോ, എഡ്ജ് കിട്ടി. സ്ഥാനാർത്ഥികൾ മുന്നിൽ പോകുന്നില്ല. അജയ് തറയിലെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നു ഫെബ്രുവരിയിൽ ഞങ്ങൾ തീർക്കുന്നതാണ്. ഫെബ്രുവരിയിൽ തീർക്കാൻ കഴിഞ്ഞപ്പോൾ മലയാള മനോരമയിൽ ഒരു സിംഗിൾ കോളം വാർത്തയും ഞാൻ കണ്ടു. എന്താണെന്നറിയാമോ? പെരിയ ഇരട്ട കൊലപാതകത്തിനാൽ അവിടെ 2 ദിവസം KPCC പ്രസിഡന്റിനും പാർലമെന്ററി പാർട്ടി നേതാവിനും വിനിയോഗിക്കേണ്ടതുകൊണ്ട് ചെലവഴിക്കേണ്ടതുകൊണ്ട് ഫെബ്രുവരിയിൽ തീരില്ല എന്നാണ്. ഇപ്പൊ മാർച്ച് 10 നിങ്ങൾ 15-ാം തീയതി സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പുറപ്പെടുവിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. രാമറായ്ക്ക് ശേഷം കാസർഗോഡ് UDF ജയിക്കാൻ പോകുന്നു. അങ്ങനെ ഇപ്പൊ NC മോനോട് ചോദിച്ചാൽ കേരള ചരിത്രത്തിൽ ആദ്യമായി 20 മണ്ഡലങ്ങളിലും ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. അല്ല, മോനും പറയാൻ പോകുന്നത് 20 മണ്ഡലങ്ങളിൽ 20 മണ്ഡലങ്ങളിലും. കാരണം നിങ്ങൾ കാസർഗോഡ് ജയിക്കുന്നു പറയുമ്പോൾ അവർക്ക് എന്താ 20 മണ്ഡലങ്ങളിൽ ജയിച്ചിട്ടില്ല അവര്. NC മോഹനൻ ഇപ്പോൾ അജയ് തറയിലിനെ പോലുള്ളവരെ ഒരു കാലഘട്ടത്തിലും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പരിഗണിക്കാത്ത പാർട്ടിയാണ്. എന്നിട്ട് നോക്കൂ, ഡിഫെൻഡ് ചെയ്യുന്നതിന് അല്ല, 2 തവണ ഈ പാർട്ടി എനിക്ക് സീറ്റ് തന്നു. നമ്മൾ ഇത്രയും ദിവസങ്ങൾ കേട്ടിരുന്നത് ചാലക്കുടിയിൽ അജയ് തറയിലായിരിക്കും. കാരണം അത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അവിടെ PC ചാക്കോ മത്സരിച്ച് കുളമാക്കി വിട്ട സീറ്റിൽ അജയ് തറയിലിനെ പോലുള്ളവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. പാർട്ടി 2 പ്രാവശ്യം സീറ്റ് തന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ ഒരു നേരത്തെ എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളാണ് ആദ്യം എത്തുക. പക്ഷെ എന്ത് കാര്യം, ഫലമുണ്ടാകാറില്ല. കഴിഞ്ഞ തവണ തന്നെ കണ്ടില്ലേ? നമ്മളൊരു കാര്യം, പിന്നെ ശ്രീ അജയ് തറയിൽ വളരെ അനുഭവസമ്പന്നനായിട്ടുള്ള കോൺഗ്രസ് നേതാവാണ്. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ എല്ലാ കേരളീയർക്കും ബോധ്യമുള്ളത്, മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കപ്പലിലെ ഒരു യാത്രക്കാരൻ മാത്രമാണ് ശ്രീ അജയ് തറയിൽ. ഡൽഹിയിൽ പോയി ഈ തർക്കവിതർക്കങ്ങളൊക്കെ നടത്തുമ്പോഴും കേരളീയരുടെ മുൻപിൽ കോൺഗ്രസ് തുറന്നു വെക്കുന്ന ചിത്രം എന്താ? കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാക്കൾ ഓരോരുത്തരായി
പരാജയ ഭീതി കൊണ്ട് കളം വിട്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. ഇത് നമ്മളാരും ആരെങ്കിലും ഇപ്പോൾ നേരത്തെ നികേഷ് പറഞ്ഞ പോലെ എൻ സി മോഹൻ അങ്ങനെ പറഞ്ഞു, അതേ തറയിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല. ഇത് വസ്തുതയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നൊന്നായി തലയെടുപ്പുള്ള നേതാക്കളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ഓരോരുത്തരായി 2019 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻപിൽ പരാജയ ഭീതി കൊണ്ട് അവർ കളം വിടുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് സമയം തരൂ ഷെൻ സി മോഹനൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, തോമസ് ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആയി നേരത്തെ PJ ജോസഫ് തനിക്ക് മത്സരിക്കണം എന്ന ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തോമസ് ചാഴിക്കാടനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കതിൻ്റെ ഇന്നത്തെ വാർത്തയിലേക്ക് പോയാൽ UDFിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ PJ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് KM മാണിയോടും ഒപ്പം തന്നെ ജോസ് കെ മാണിയോടും ടെലിഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഭാരവാഹികൾ രേഖാമൂലം KM മാണിക്ക് കത്ത് നൽകി. ആ കത്തിൽ പറയുന്നത് PJ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ PJ ജോസഫിന് മണ്ഡലത്തിൽ സ്വാധീനമില്ല എന്ന് രേഖാമൂലം തെളിയിക്കുക എന്നുള്ള രാഷ്ട്രീയ നീക്കമാണ് KM മാണി നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെ വെച്ച്. ഇപ്പോൾ PJ ജോസഫിൻ്റെ വസതിയിൽ PJ ജോസഫിൻ്റെ അനുയായികൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപക്ഷേ പിളർപ്പിലേക്ക്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിളർപ്പിലേക്ക് നീങ്ങിയേക്കാം. ഒന്ന്, PJ ജോസഫ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നു 2 ലോക്സഭാ സീറ്റുകൾ കേരള കോൺഗ്രസിന് നൽകണം എന്ന്. അത് കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. 2, ഇനി 1 സീറ്റ് മാത്രമേ, കോട്ടയം സീറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ തന്നെയും അവിടെ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന്. ഈ 2 ആവശ്യങ്ങൾ കേരള കോൺഗ്രസിലും പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിലും PJ ജോസഫ് ഉന്നയിച്ചിട്ടും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചിട്ടില്ല എന്നുള്ള അടിയന്തര സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് കേരള കോൺഗ്രസിൻ്റെ പിളർപ്പിലേക്കായിരിക്കും ഒരുപക്ഷെ വഴിവെക്കുക എന്നുള്ള ആശങ്ക എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അക്കാര്യത്തിൽ ഇടപെട്ടത്. ഞാൻ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് നേതാവിനെ ടെലിഫോൺ ലൈനിൽ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ആരും മിണ്ടണ്ട എന്നെന്തായാലും മാണി സാർ പറഞ്ഞിട്ടുണ്ടാകും എന്നതുകൊണ്ടായിരിക്കാം വളരെ എന്താ പറയുക, ഒരു ഡെഫനിങ് സൈലൻസ് ശ്രീ അജയ് തറയിൽ. നോക്കൂ, നിങ്ങൾ 1 സ്ഥാനാർത്ഥികൾ വൈകുന്നു, നമ്മൾ അതാണ് നേരത്തെ വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. 2, ഇപ്പോൾ അവിടുത്തെ 3ാമത്തെ വലിയ പാർട്ടിയിൽ ഒരു പിളർപ്പ് ഉണ്ടാകുന്നു എന്നുള്ളത്, ഇതിനെങ്ങനെയാണ് അതിജീവിക്കാൻ പോകുന്നത്? അല്ല, എനിക്കറിയില്ല ഈ തോമസ് ചാഴിക്കാടനെ ഔദ്യോഗികമായിട്ട് മാണി സാർ പ്രഖ്യാപിച്ചു എന്ന്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടൻ ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്. ഒരു 1 ലക്ഷം വോട്ടിന് തോമസ് ചാഴിക്കാടൻ ജയിക്കും. ഇതിനൊന്നാക്കുന്ന ഒരു 2 പറ അവിടെ പാർലമെന്റ് അജയ് തറയിൽ നല്ല ഫോമില. മാത്രമല്ല ഒന്ന് ഞാൻ 2 പറ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 1-ന് മുകളിൽ ഉണ്ടായിരുന്നു ഭൂരിപക്ഷം. വാസവനാണ് ഇത് സ്ഥാനാർത്ഥി കോട്ടയത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 2 പറ. 2 പറഞ്ഞാൽ അതിശയില്ല. തോമസ് ചാഴിക്കാടൻ നല്ല സ്ഥാനാർത്ഥി, സമ്മതിച്ചു. തോമസ് ചാഴിക്കാടൻ ഒരു ദുഷ്പേരുണ്ട്. പക്ഷേ നോക്ക്, PJ ജോസഫ് കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്താൻ പോവുകയാണ്. അല്ല, അതൊക്കെ പിന്നത്തെ കാര്യം. തോമസ് ഇപ്പോഴത്തെ കാര്യം അദ്ദേഹം തൊടുപുഴയുടെ വീട്ടിൽ ഇപ്പോൾ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ പാർട്ടിയിൽ. PJ ജോസഫ് പാർട്ടി പിളർക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ കോൺഗ്രസ് നേതാക്കൾ മാണി സാറിനെ ഈ കാര്യങ്ങളിൽ ഒരു സമവായത്തിലെത്തണം എന്ന് പറഞ്ഞ് സമീപിക്കുന്നത്. അപ്പോൾ മാണി സാർ എന്താ UDFിൻ്റെ നേതാക്കളോട് പറഞ്ഞത്? എൻ്റെ പാർട്ടി പിളർത്തിയിട്ട് UDFിലൊന്നും ഒരാൾക്കും നിൽക്കാൻ കഴിയില്ല. 1. 2, ഇനി അഥവാ PJ ജോസഫ് പിളർത്തുകയാണെങ്കിൽ കൂടെ 3 MLA-മാരുണ്ടല്ലോ, അവരുടെ അംഗത്വം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. അപ്പോൾ LDF 6 MLA-മാരെ നിർത്തി ഏതാണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരുത്തുന്ന സ്ഥിതി ഉണ്ടാവില്ല എന്ന് അജയ് തറയിൽ വാദിക്കുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ 3 MLA-മാരെ ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്റ്റഡ് ആവാൻ പോവുകയാണ്. അല്ല നികേഷ്, അതൊന്നും അല്ല ചർച്ച ചെയ്യേണ്ട വിഷയം. അല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാണി സാറിൻ്റെ കാൻഡിഡേറ്റ് തോമസ് ചാഴിക്കാടൻ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കോട്ടയത്ത് നന്നായി പരിചയമുള്ളത് കൊണ്ടും തോമസ് ചാഴിക്കാടൻ്റെ ബന്ധങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, വൈക്കമടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ തോമസ് ചാഴിക്കാടൻ ലീഡ് ചെയ്യും. എൻ്റെ അജയ് തറയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര കാലമായി ഈ രാഷ്ട്രീയത്തിലുള്ള ആളാണ്? ഒന്ന്, ഒരു സിറ്റിംഗ് MP രാജ്യസഭ എന്ന് പറയുന്ന ഒരു സുരക്ഷിത മാളത്തിൽ ഒളിക്കുക,
അപ്പോൾ തങ്ങളെ വിശ്വാസമില്ലാത്ത ഒരു MP ആയിരുന്നു നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്ന് ആ മണ്ഡലത്തിലെ വോട്ടർമാർ മനസ്സിലാക്കില്ലേ? 2, സീറ്റ് മോഹിച്ച PJ ജോസഫിന് സീറ്റ് കൊടുക്കാതെ കേരള കോൺഗ്രസ് എമ്മിൽ ഒരു വലിയ പിളർപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം, അതിൻ്റെ അനുരണനങ്ങൾ വേറെ. എന്നിട്ടും 1 ലക്ഷം 2 ലക്ഷം എന്നൊക്കെ പറയാൻ തോമസ് ചാഴിക്കാട് എന്ന ഒരു കാൻഡിഡേറ്റ് മുമ്പിൽ വി എൻ വാസവനും ഞാൻ തമ്മിൽ മത്സരിച്ചതല്ലേ, എനിക്കറിയാലോ. വി എൻ വാസവൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഒന്നുമല്ല എന്ന കാര്യം ഞാൻ വ്യക്തമായി പറയുന്നു. ശരി, ശ്രീ NC മോഹൻ അതിന് മറുപടി. വി എൻ വാസവൻ ഇവിടെ ശ്രീ അജയ് തറയിൽ അവതരിപ്പിക്കുന്നത് കേട്ടാൽ വളരെ ഓഫ് ഹാൻഡായിട്ട് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെല്ലാം വ്യക്തിപരമായി മോശക്കാരാണ്. വരാനിരിക്കുന്ന ഏതോ അപ്പോസ്തലന്മാരെ കെട്ടിയെഴുന്നള്ളിച്ചാൽ അവരെല്ലാം വാഴ്ത്തപ്പെട്ടവരായി വിശുദ്ധരായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കാണോ നമ്മൾ ഈ സംവാദത്തെ കൊണ്ടുവന്നെത്തിക്കുക? ഇവിടെ മുന്നണികൾ തമ്മിലാണ്. ആ മുന്നണികൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ രാഷ്ട്രീയ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ എന്തു നയം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ശരി, ഞാൻ ഒന്ന് മടങ്ങിയത്. NP ചേക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ NP ചേക്കുട്ടി, ഇപ്പോൾ തൊടുപുഴയിൽ PJ ജോസഫ് തൻ്റെ വസതിയിൽ യോഗം ചേർന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ UDF നിൽക്കാൻ പറ്റില്ല, എൻ്റെ പാർട്ടി പിളർത്തിക്കൊണ്ട് എന്ന് കെ മാണി ഇതിനകം തന്നെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. 2, ഇനി അഥവാ വിട്ടുപോവുകയാണ് എങ്കിൽ PJ ജോസഫ് LDF ചുവടുമാറുകയാണ് എങ്കിൽ അവരെ അയോഗ്യരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുന്നു. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളമാണ് വലിയ പ്രതിസന്ധി. കാരണം കേരള കോൺഗ്രസ് എമ്മിലേക്ക് കയറി വന്ന ആളാണല്ലോ PJ ജോസഫ്. അന്ന് അജയ് തറയിലിൻ്റെ പാർട്ടി കെ മാണിയോട് തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഗുണവും ദോഷവും. PP തങ്കച്ചനായിരുന്നു അന്ന് കൺവീനർ. ഇതിൻ്റെ ഗുണവും ദോഷവും നിങ്ങൾ അനുഭവിച്ചു കൊള്ളണമെന്ന്. മാണി സാർ ഇപ്പോൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കാതെ വയ്യ. എല്ലാം അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പാകെ ആകെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് മോചിതനാവണമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് എം വിട്ടുപോകണം. വിട്ടുപോയാൽ അദ്ദേഹത്തിന് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. ഈ സാഹചര്യം എന്തായാലും ഈ മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് എമ്മിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ UDF ഒരു പ്രതിസന്ധിയാകാനിടയുണ്ടോ? ജോസഫിൻ്റെ രാഷ്ട്രീയത്തിലുള്ളൊരു പ്രോബ്ലം അദ്ദേഹത്തിൻ്റെ ഈ ആയാറാം ഗയാറാം സമീപനം ഒരു കാരണവശാലും ജോസഫിന് ഗുണം ചെയ്യാനിടയില്ല. ജോസഫിന് വ്യക്തിഗതമായിട്ട് വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കാനിടയുള്ള ചില സംഗതികളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ആഭ്യന്തരമായിട്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെ പരസ്യമായിട്ട് ഒരു സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിൽ മാണി അതിന് നിന്നുകൊടുത്തില്ല. ഇപ്പോൾ ശക്തമായിട്ടുള്ള രൂപത്തിൽ മാണി നിലപാടെടുത്തു. സ്വാഭാവികമായിട്ടും ജോസഫിന് സ്വന്തം മുഖം രക്ഷിക്കാൻ നടപടി വേണ്ടി വരും, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ ജോസഫ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോട്ടയത്ത് ഏതെങ്കിലും നിലയ്ക്ക് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് പരിക്കേൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു റിയാലിറ്റിയാണ്. ജോസഫിന് ഒരു പക്ഷേ തൊടുപുഴയിലൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ കോട്ടയം മണ്ഡലത്തിനകത്ത് മാണിയുടെ ഒരു സ്ഥാനാർത്ഥിയെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള നീക്കമൊന്നും സാധ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ ഇടതുപക്ഷ മുന്നണിയിൽ ഇരുന്ന കാലത്ത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുള്ള ആളായിരുന്നു. ആ നിലപാടുകൾ ഇരിക്കെ തന്നെ അദ്ദേഹം പിന്നെ മാണിയുടെ കൂടെ ചേർന്നു. ആ ചേർന്നത് തന്നെ തെറ്റായിരുന്നു. അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാ ചേർന്നത്? അപ്പം അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉണ്ടായിരിക്കുന്ന പാളിച്ചകൾ ഇന്ന് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറുന്നു എന്നല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ അത് കോട്ടയത്തുള്ള സ്ഥാനാർത്ഥിക്കോ അല്ലെ മധ്യ തിരുവിതാംകൂറിലെ മറ്റു സ്ഥാനാർത്ഥികൾക്കോ പ്രശ്നമായി തീരും എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. എന്തായാലും അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ പോണതെന്ന് അദ്ദേഹം പറയട്ടെ. അതിനുശേഷം മാത്രമേ നമുക്കതൊരു പിളർപ്പിലേക്ക് പോവോ അല്ല അദ്ദേഹം UDF തന്നെ ഒതുങ്ങി നിൽക്കുമോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം വലിയൊരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് പോകാനിടയില്ല. ഇടതുപക്ഷത്തിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ സാഹചര്യം എല്ലാ സീറ്റുകളും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ്. പക്ഷേ ശ്രീ ചേക്കുട്ടി, നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും LDF ചായാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി UDF നിന്ന് വിട്ടുനിന്നു. കുറേ കാലം ഏത് മുന്നണിയിലും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നീട് പാർട്ടി സമ്മേളന വേദിയിൽ തന്നെ കെ മാണിയെ കണ്ടു. ഈ സമയത്തെല്ലാം തന്നെയും UDF നിന്നുകൊണ്ട് മാണിയുടെ ശ്രമങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്നത് PJ ജോസഫാണ്. അപ്പോൾ ആ PJ ജോസഫ് ഒരു സീറ്റ് വേണം എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കൾ സഹായത്തിനായി ഓടിയെത്തും. അതാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായും ഒക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ മാണിക്കാണല്ലോ സീറ്റ്. മാണി നേരത്തെ മത്സരിച്ചിരുന്നതാണല്ലോ സീറ്റ്.
അതുകൊണ്ട് ആ സീറ്റ് മാണി സാറ് പറയുന്നത് പോലെ മാത്രമേ നടക്കൂ എന്നുള്ളതുകൊണ്ട് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ കോൺഗ്രസ്സിന് ആവില്ല. രണ്ടാമത്തെ വിഷയം, അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു അനുഭാവം അപ്പോൾ നമ്മൾ കേരള ഈ പി.ജെ. ജോസഫിൽ കോൺഗ്രസ്സിനുണ്ട് എന്നുള്ള തോന്നൽ നമുക്ക് കാണാം. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മാണി LDF-ലേക്ക് ചായുന്ന ഘട്ടത്തിൽ പരമാവധി പള്ളികളെ, ബിഷപ്പുമാരെ ഒപ്പം നിർത്താൻ പി.ജെ. ജോസഫിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ അനുഭാവം, പള്ളികളിലുള്ള സ്വാധീനം, ഇതെല്ലാം ജോസഫിന് ഇപ്പോൾ വലിയ മുതൽക്കൂട്ടാണ്. മാണി സാറിന് ശേഷം ആര് എന്ന് ചിന്തിക്കുന്ന പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെയാണ് എന്ന് അങ്ങോട്ട് ചെന്ന് പറയാനെങ്കിലും പി.ജെ. ജോസഫിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ജോസഫ് ഉപയോഗിക്കുക? LDF-ലേക്ക് പോവുക എന്നുള്ളത് ഏതാണ്ട് അപ്രായോഗികമാണ്. കാരണം തൊട്ട് മുമ്പാണ്, അതായത് ഇതിനോട് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് മാണി പോകുന്നതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി വലിയ നിലയിലുള്ളൊരു ബണ്ടായി പി.ജെ. ജോസഫ് നിന്നത്. അപ്പോൾ പെട്ടെന്ന് LDF-ലേക്ക് ചാടുക എന്നുള്ളത് ഒരുപക്ഷെ അസാധ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു പി.ജെ. ജോസഫിൻ്റെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഏത് നിലയിൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജോസഫ് വലിയ ഒരു കുഴി സ്വയമേവ കുഴിച്ചിട്ട് അതിലേക്ക് സ്വയമേവ ചാടിയിരിക്കുകയാണ്. കാരണം ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജനം നടത്തുന്നതിന് മുമ്പാണെങ്കിൽ വല്ല സീറ്റിന് വേണ്ടി ശ്രമം നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സീറ്റുകളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിലൊരാളെ വിഡ്രോ ചെയ്തുകൊണ്ട് ജോസഫിന് സീറ്റ് കൊടുക്കാനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നല്ല ഒരു മുന്നണിക്കും ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ സാധിക്കുകയില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫിനോട് പിന്നെ ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിക്കോ ഒക്കെ കേരള കോൺഗ്രസ് പാർട്ടിക്കോ ഒക്കെ അനുഭവം ഉണ്ടാവാനൊരു സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസിന് കൊടുക്കുന്ന സീറ്റ് അതിന്റെ തീരുമാനം എടുക്കേണ്ടത് കേരള കോൺഗ്രസ് ആണ്. അപ്പോൾ മുന്നണി മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നണിയിൽ ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുത്താൽ ആരായിരിക്കണം അവരുടെ സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിക്കേണ്ട ആ പാർട്ടി തന്നെയാണ്. അതിൽ കേരള കോൺഗ്രസിന് കൊടുത്ത സീറ്റ് കേരള കോൺഗ്രസ് നിശ്ചയിക്കും, ലീഗിന് കൊടുത്ത സീറ്റ് ലീഗ് നിശ്ചയിക്കും. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ജോസഫിന് ഉണ്ടാവുന്ന ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരുപക്ഷെ UDF ലീഡർഷിപ്പ് ചെയ്യാനിടയുള്ളത് ഭാവിയിൽ വല്ല രാജ്യസഭാ സീറ്റോ വല്ലതും വരുന്ന സമയത്ത് ജോസഫിന് ഡൽഹി പോകണമെന്നല്ലേ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞത് പാർലമെന്റിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് പോകണം എന്നുള്ളതാണ്. അവിടെ പാർലമെന്റിൽ പോകാനുള്ള സൗകര്യമുള്ളതാണ്, രാജ്യസഭയിൽ പോയാൽ മതി. അതിനുള്ള വല്ല സൗകര്യം കൊടുക്കുക എന്നല്ലാതെ ജോസഫിന് വേണ്ടിയിട്ട് മറ്റൊരു നീക്കവും ഇപ്പൊ അവർ നടത്താനിടയില്ല. ഇനി നടത്തിയാൽ തന്നെ വിജയിക്കാൻ സാധ്യതയില്ല. കാരണം തീരുമാനമായി കഴിഞ്ഞ സ്ഥിതിയിൽ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജോസഫ് സ്വന്തം രാഷ്ട്രീയമായിട്ടുള്ള ശേഷിയെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ജോസഫിന് ഈ മുന്നണിക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ, യഥാർത്ഥത്തിൽ പരസ്യമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യവും ഇന്ന് നിലനിൽക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മാറുകയാണെങ്കിൽ വളരെ എന്താ പറയുക തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് അദ്ദേഹം കൊടുക്കും. അദ്ദേഹത്തിന്റെ പബ്ലിക് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനമാണ്. അത് കളഞ്ഞു കുളിക്കുന്ന പ്രവൃത്തിയായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് മാറുന്നത് വഴി ചെയ്യുക. കാരണം മാണിയോട് പണങ്ങിയിട്ട് എന്തിനാണ് അദ്ദേഹം ഇടതുപക്ഷം വിടുന്നത്, ഇടതുപക്ഷത്തേക്ക് പോകണം UDF ഇടുന്നത്? അപ്പോൾ UDF-ആയിട്ട് അദ്ദേഹത്തിന് ഒരു തർക്കമില്ല. ഇപ്പോൾ ഈ സാഹചര്യങ്ങളെ വിശദീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ NC മോഹനൻ, 4 സ്ഥാനാർത്ഥികളായിരിക്കുന്നു. നമ്മൾ ഈ സ്ഥാനാർത്ഥികൾ ദുർബലരാണ് എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ, കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ, കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ. 4 സ്ഥാനാർത്ഥികളായിരിക്കുന്നു. നല്ല ഒന്നാം തരം സ്ഥാനാർത്ഥികൾ. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അദ്ദേഹം BJP-യുടെ സ്ഥാനാർത്ഥിയാണോ ഇനി UDF-ന്റെ സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് മാത്രം ഇനിയും വ്യക്തമാകേണ്ട കാര്യമാണ്. സെക്രട്ടറി അല്ലേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത്? ആര് പ്രഖ്യാപിച്ചാലും പ്രേമചന്ദ്രൻ ആ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലും രാഷ്ട്രീയമായും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നയസമീപനങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും തോന്നുന്ന സംശയം ഞാനിവിടെ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എവിടെയാണ് നിൽക്കുന്നത്? UDF ആണോ BJP ആണോ എന്നുള്ള സംശയം ഉന്നയിക്കുന്നത് UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാർ തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഇനി ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പിന്നെ ലീഗിൻ്റെ 2 സീറ്റ് നിശ്ചയിച്ചു എന്ന് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം എന്താ? നേതാക്കന്മാർ തമ്മിൽ നല്ല അലയൻസാണ്. അതൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ പോലില്ല. നേതാക്കന്മാർ തമ്മിൽ നല്ല അലയൻസാണ്. താഴെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ലീഗിൻ്റെ പ്രവർത്തകരും തമ്മിൽ അവിടെ ഉണ്ടാകുന്ന പിന്നെ ഇപ്പോഴുള്ള ഒരു സ്ഥിതി എന്താ? ഏറ്റവും കൂടുതൽ പരസ്പരം ഏറ്റുമുട്ടുന്ന 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി ലീഗും കോൺഗ്രസും മലപ്പുറം ജില്ലയിൽ നിൽക്കുകയാണ്. അവരിന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് കുഞ്ഞാലിക്കുട്ടി ചെന്നു, അല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീർ ചെന്നു എന്നുള്ളതുകൊണ്ട് മാത്രം UDF-നകത്തുള്ള പടലപ്പിണക്കം ഈ 43 ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നാരെങ്കിലും കരുതുന്നുണ്ടോ?
അത്യഗാധമായ ആഭ്യന്തര ശൈഥില്യമാണ് UDF-നെ ബാധിച്ചിട്ടുള്ളത്. കോൺഗ്രസിനകത്ത് അത് ഏറ്റവും കൂടുതൽ ആഴത്തിലും പരപ്പിലും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തലയെടുപ്പുള്ളവർ ഓരോരുത്തരായി ഈ മത്സരത്തിൻ്റെ കളം വിട്ടു പോകാനുള്ള വ്യഗ്രത കാണിക്കുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുക. ശരി, നമുക്ക് കേരള കോൺഗ്രസിൽ നിന്ന് അല്പം മുന്നോട്ട് പോയാൽ ശ്രീ NP ചെക്കുട്ടി, നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സംശയം നിവർത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ശ്രീ അജയ് തറയലിനെ ഉപയോഗിച്ച്. പക്ഷേ അതിൽ ഒരു വ്യക്തത വരുത്താൻ ശ്രീ അജയ് തറയലിന് കഴിഞ്ഞു. അക്കാര്യത്തിലൊരു നിരീക്ഷണം താങ്കൾ നടത്താമോ? ഈ പറയുന്ന 3-4 സീനിയർ നേതാക്കൾ, ആ സീനിയർ നേതാക്കളുടെ ലഭ്യതയ്ക്കനുസരിച്ച് വേണം ബാക്കിയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ. ഇന്ന് ഡൽഹിയിൽ ഏതാണ്ട് എല്ലാ സീറ്റ് മുകളിലും അജയ് തറയിൽ ഒഴിച്ചുള്ളവർ ഉണ്ട്. അവിടെ കേരള ഹൗസിൽ ഖദർദാരികളെ തട്ടിയിട്ടല്ലാതെ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്, എല്ലാ കാലത്തെയും പോലെ. അത് പുതിയൊരു സാഹചര്യമൊന്നുമല്ല. നോക്ക്, പക്ഷേ ഇന്ന് ഒരു തീരുമാനവുമാകാതെ പിരിയുകയാണ് ചെയ്യുന്നത്. നാളെയും മറ്റന്നാളും അതിൻ്റെ അപ്പുറത്തെ ദിവസവും അവിടെ രാഹുൽ ഗാന്ധി ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ ചർച്ചകൾക്കൊന്നും മുന്നോട്ട് പോകും. എന്തിനാ രാഹുൽ ഗാന്ധി ഈ നേതാക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ മാത്രമേ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഒരു ആലോചന തുടങ്ങാൻ പോലും കഴിയൂ. അങ്ങനെ ആലോചന തുടങ്ങാനുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. ഇത്രയും വൈകുന്നത് ശരിയാണ്. സാധാരണഗതിയിൽ LDF ആണ് സ്ഥാനാർത്ഥികളെ ആദ്യം നിശ്ചയിക്കുക എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു ഐഡിയയും ഇല്ലാതെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ്, UDF എന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസ് പാർട്ടി മാത്രം ഇങ്ങനെ പോകുന്നത് എത്ര കണ്ട് ശുഭകരമാണ് ആ പാർട്ടിക്ക്? ഇതിൽ ഞാനൊരു കാര്യം എനിക്ക് തോന്നുന്നത്, കോൺഗ്രസിന്റെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. അതിനകത്ത് ഈ നേതൃത്വത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, ആരൊക്കെയാണ് ലീഡേഴ്സ് നിൽക്കണം എന്നുള്ളത്, സാമുദായിക സന്തുലിതത്വത്തിന്റെ പ്രശ്നമുണ്ട്, പ്രാദേശികമായിട്ടുള്ള ബന്ധങ്ങളുടെ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള മറ്റ് സർവേഷൻ കാര്യങ്ങൾ, ഇതെല്ലാം ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിനകത്ത് വരാറുണ്ട്. പ്രത്യേകിച്ച് സാമുദായികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരു പെശക് പറ്റിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുള്ളതുകൊണ്ട് എല്ലാത്തരം എൻ്റെ ഓർമ്മയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പലപ്പോഴും, മിക്കവാറും എല്ലായ്പ്പോഴും പിന്നീടാണ് വരാറുള്ളത്. എന്ന് വെച്ചിട്ട് കോൺഗ്രസ് എല്ലാ ഇലക്ഷനും തോറ്റതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരതമ്യേന ഇടതുപക്ഷവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ട പെർഫോമൻസ് ആണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും കാണാറില്ല, 2004 ഒഴിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ എന്താ പറയുക ഈ ഡിലേ കേരളത്തിനകത്തുള്ള ലീഡേഴ്സിന്റെ ഒരു പ്രശ്നം മാത്രമല്ല എനിക്ക് തോന്നുന്നത്. മറിച്ച് സെൻട്രൽ ലീഡർഷിപ്പിന് ഏറ്റവും ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും വരുന്ന പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അതേസമയത്ത് ഹൈക്കമാൻഡിന്റെ ഒരു ബന്ധമില്ലാതെ, ഹൈക്കമാൻഡിന്റെ ഒരു ലീഡർഷിപ്പ് ഒരു അംഗീകാരം ഇല്ലാണ്ട് ഈ കാര്യങ്ങൾ നടക്കില്ല, കോൺഗ്രസിന്റെ രീതിയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 2 ദിവസത്തേക്ക് ഡിലേ വരുന്നു എന്നുള്ളത് കോൺഗ്രസിന് വലിയൊരു ആഘാതമായിട്ട് വരും എന്നുള്ള ഒരു തോന്നലൊന്നും എനിക്കില്ല. എന്റെ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് മുമ്പും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. പക്ഷെ അതുകൊണ്ടൊന്നും കോൺഗ്രസിന് തോറ്റ ചരിത്രം കോൺഗ്രസ് തോറ്റിട്ടുണ്ട്, അത് മറ്റു കാരണം കൊണ്ടാണ്. പക്ഷേ നേരത്തെയുള്ള ശ്രീ NP ചെക്കുട്ടി, നേരത്തെയുള്ള ഒരു ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഏക കാരണം തന്നെ ഗ്രൂപ്പിസമായിരുന്നു. എയും ഐയും തമ്മിൽ, ഇപ്പോൾ കരുണാകരനും ആന്റണിയും തമ്മിലുള്ള കാലത്ത്, അല്ലെങ്കിൽ കരുണാകരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള കാലത്ത്, ഇതെല്ലാം തന്നെയും ഈ 2 വിഭാഗങ്ങൾ എങ്ങനെ സീറ്റ് വീതിച്ചെടുക്കുന്നു, ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അവർക്ക് ആവശ്യക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ടാവും, ആ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന ആവശ്യത്തിലുള്ള കടുംപിടുത്തം, ഇതൊക്കെയാണ്. എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്നും പറയാനില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാം ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ്. രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ മതി, ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ നിൽക്കട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ നിൽക്കട്ടെ, VM സുധീരൻ തൃശ്ശൂരിൽ നിൽക്കട്ടെ, KC വേണുഗോപാൽ ആലപ്പുഴയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ തീരുമാനിക്കാം. മുൻപ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ശാപമായിട്ടുള്ള ഗ്രൂപ്പിസമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള കാലതാമസം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ ഇത്തവണ അതൊന്നുമല്ല, അല്പ അഹങ്കാരമാണ്, മതി പതുക്കെ എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിതാണ്, ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങളുടെ ജനാധിപത്യമാണ് ഗ്രൂപ്പിസം എന്ന് പറയാമായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം എടുക്കുന്ന കാലതാമസത്തിന് ഒരു ന്യായീകരണവും അജയ് തറയിലിൻ്റെ പാർട്ടിക്ക് പറയാനില്ല.
അത് കോൺഗ്രസിനകത്ത് ഒരു ഗ്രൂപ്പിസം മാറിപ്പോയി, ഗ്രൂപ്പിസമൊക്കെ അവസാനിച്ചു, എല്ലാ കാര്യങ്ങളും ഒറ്റ ഏകപക്ഷീയമാണ്. അതൊന്നും എനിക്കതിനോട് അത്ര യോജിപ്പില്ല. കാരണം കോൺഗ്രസിനകത്ത് കൃത്യമായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദങ്ങളുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി പറയുന്ന ആളുകളെ അല്ല രമേശ് ചെന്നിത്തല പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ചർച്ചക്കിടയിൽ അടിയിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. ഈ ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ, ഗ്രൂപ്പ് ലീഡേഴ്സിന്റെ കാര്യത്തിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് 23-ാം തീയതി നടക്കുന്നു. അപ്പം അതിന് മുമ്പ് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള സിറ്റുവേഷനാണ്. കോൺഗ്രസിന് മാത്രം കാര്യം പോരാ, മറ്റ് ഘടകകക്ഷികളുമായിട്ട് കൂടുതൽ കക്ഷികളെ ആകർഷിക്കണം. ബംഗാൾ ഫോർ എക്സാമ്പിൾ, ബംഗാളിൽ ഇപ്പോൾ അവർ അവസാന നിമിഷം 2 സീറ്റ്, അവർക്ക് നല്ല സാധ്യതയുള്ള 2 സീറ്റ് ഇപ്പോൾ CPM കൊടുക്കാം എന്ന മട്ടിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനം മിക്കവാറും എല്ലാ തീരുമാനങ്ങളും വേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ്. അതുപോലെ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് KCയുടെ വിഷയത്തിലുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ KCക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ചുമതലകൾ ഡൽഹിയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ആലപ്പുഴ വന്ന് മത്സരിക്കാൻ സാധിക്കുകയില്ല. ആ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നത്. മുല്ലപ്പള്ളിയുടെ വിഷയത്തിലും ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിലും ഒക്കെ തന്നെ ബന്ധപ്പെട്ട ലീഡേഴ്സിന് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ കൂടി അതിനകത്ത് പ്രധാനമായിട്ട് വരും. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അദ്ദേഹം 50 വർഷം പൂർത്തിയാക്കുകയാണ് ഈ നിയമസഭയിൽ. അപ്പം അങ്ങനെയുള്ള ഒരാളെ പാർലമെന്റിലേക്ക് അയക്കണോ, കേരള രാഷ്ട്രീയത്തിൽ നിൽക്കണോ തുടങ്ങിയ വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതും തീരുമാനം എടുക്കേണ്ടതും ഹൈക്കമാൻഡാണ്. അത് ഇവർക്ക് തമ്മിൽ ഇത് കോൺഗ്രസിന്റെ രീതി അനുസരിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടുണ്ടാവുന്ന ഡിലേ എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വലിയ ഗുരുതരമായ പ്രശ്നം ആയിട്ട് നമ്മൾ അതിനെ കാണേണ്ടതില്ല. അവരുമായിട്ടുള്ള ഒരു കൂടിയാലോചനകളിൽ വളരെ വേഗത്തിൽ സാധിക്കേണ്ടതാണ് സാധാരണഗതിയിൽ. ഇനി ഈ പറയുന്നത് പോലെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നറിയില്ല. അജയ് തറയിൽ, സാധാരണഗതിയിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഈ സീനിയർ നേതാക്കൾ മത്സരിക്കുന്നതിൽ നിന്നൊഴിയണം, യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് സീറ്റ് നൽകണം എന്നുള്ളൊരു കോറസ് എപ്പോഴും കോൺഗ്രസിൽ ഉണ്ടാകാറുണ്ട് അല്ലേ? ഇപ്പോൾ AK ആന്റണി രാജ്യസഭയിൽ മത്സരിച്ചപ്പോൾ, AK ആന്റണി ആണല്ലോ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവ് കേരളത്തിലെ കോൺഗ്രസിൽ, ഡൽഹിയിലെ കോൺഗ്രസിലാണെങ്കിൽ തന്നെയും. AK ആന്റണി രാജ്യസഭയിൽ മത്സരിച്ചപ്പോൾ പോലും ഇവിടെ പൊട്ടിത്തെറിയുണ്ടായി. ഇത്തവണ പക്ഷേ ഈ സീനിയർ നേതാക്കൾ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണോ? അതായത് നികേഷിനകത്ത് നികേഷ് പറഞ്ഞതാണ് ശരി. ഏത് എന്ന് പറഞ്ഞാൽ 1-2 സീനിയർ നേതാക്കന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ മാത്രമാണ് ബാക്കിയെല്ലാം ശരി. ഞങ്ങൾ എല്ലാ 16 നിയോജക മണ്ഡലങ്ങളിൽ, അതിനകത്ത് നിരവധി സ്ഥലം സിറ്റിംഗ് ആളുകളുണ്ട്, ബാക്കി സ്ഥലങ്ങളൊക്കെ പ്രതിപക്ഷത പറഞ്ഞ പോലെ പടക്കുതിരകളെ തന്നെ തയ്യാറാക്കി നിർത്തുകയാണ്. കാസർഗോഡ് മത്സരിക്കാൻ 2-3 പേര് മിടുക്കന്മാരായ ആളുകളാണ് അവിടെ റെഡിയായി നിൽക്കുന്നത്. അതുപോലെ വടകരയിൽ, അതുപോലെ വയനാട്ടിൽ. അപ്പോൾ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഇക്വേഷനുണ്ട്. ആ ഇക്വേഷൻ സ്മൂത്തായിട്ട് വരണമെങ്കിൽ ഈ ചില സീനിയർ നേതാക്കന്മാരുടെ കാൻഡിഡേറ്റ്സിൽ കൂടി തീരുമാനമായാൽ ആ ഇക്വേഷൻ, അപ്പോൾ ആ ഒരു ഇക്വേഷനാണെങ്കിൽ ഇങ്ങനെ, വേറെ ഇക്വേഷൻ ഇങ്ങനെ, അങ്ങനെയല്ല. ചിലപ്പോൾ 2 വനിതകൾ മത്സരിക്കണമെന്നുണ്ട്, ചെറുപ്പക്കാർ മത്സരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ട് തന്നെ എല്ലാ ഇക്വേഷൻസും ശരിയാക്കി വരാൻ വേണ്ടി നികേഷ് പറഞ്ഞ പോലെ തന്നെ സീനിയർ നേതാക്കന്മാരുടെ ഒരു കൺസെൻറ്റ്, അല്ലെങ്കിൽ അതിന് രാഹുൽ ഗാന്ധിയുടെ ഒരു അന്തിമമായ തീരുമാനത്തിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ്. അല്ലാതെ കോൺഗ്രസ് തർക്കത്തിന് ഞാൻ ഇല്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ഉമ്മൻചാണ്ടി മത്സരിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ NP ചേക്കുട്ടി പറഞ്ഞല്ലോ, അദ്ദേഹം 50-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കേരളത്തിൽ നിർത്തണോ അതോ ഡൽഹിയിലേക്ക് കൊണ്ടുപോകണോ? ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് ഒരു സ്ഥാനവും വേണ്ട എന്ന്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പാർലമെന്ററി പാർട്ടി സ്ഥാനത്തേക്ക് ഉടനെ അജയ് തറയിൽ പറയുമായിരിക്കും, പാർലമെന്ററി പാർട്ടി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നെങ്കിൽ തന്നെ ഉമ്മൻചാണ്ടി തോറ്റുപോകുമായിരുന്നു. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം മത്സരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും, അദ്ദേഹത്തിന് വഴങ്ങിയിട്ടുള്ളത്. അദ്ദേഹം ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സ്, കേരള പൊളിറ്റിക്സ് വഴങ്ങിയിട്ടുള്ളത്. AICC ജനറൽ സെക്രട്ടറി ആക്കിയത് പോലും അദ്ദേഹം ഇവിടെ വിശാഖപട്ടണം, കേരള തുടങ്ങിയതെല്ലാം ഷട്ടടിക്കുന്നപ്പോഴത്തെ ഡൽഹിയിലെ ഓഫീസിൽ പോലും അദ്ദേഹം ഫുൾ ടൈം ഇരിക്കുന്ന ഒരു വ്യക്തി. മാത്രമല്ല, ഉമ്മൻചാണ്ടി അവിടെ കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നേതാക്കളുടെ കുത്തൊഴുക്ക് വീണ്ടും തുടരുകയാണ്, TDP-യിലേക്കും ISR കോൺഗ്രസിലേക്കും ഒക്കെ. നികേഷ്, അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് ഇനി രാഹുൽ ഗാന്ധിയാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്.
അല്ല അതിന് എന്താ വൈകുന്നത്? അത് രാഹുൽ ഗാന്ധിക്ക് എന്തീ പറഞ്ഞു ഇന്ത്യ മുഴുവനും കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തി ഇന്ന് തന്നെ അദ്ദേഹം ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് KC വേണുവിനെ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹം വന്നിച്ച് ബൂത്ത് ദിവസന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തു ഡൽഹിയിലെ. അതിനുശേഷം KC വേണുവിനെ കിട്ടിയിട്ടില്ല, രാഹുൽ ഗാന്ധിക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്. അങ്ങനെയാണ് യോഗം കൂടാതെ തന്നെ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ പടക്കുതിരകളെ തന്നെ ആണ് ഈ 16 പടക്കുതിരയല്ല, ഒരു 32 or 40 പടക്കുതിരകൾ കോൺഗ്രസിനകത്ത്, കോൺഗ്രസിൻ്റെ പടക്കുതിരകൾ ഇവരുടെ എല്ലാ LDF സ്ഥാനാർത്ഥികളെയും ചവിട്ടി ബന്ധിച്ചുകൊണ്ട് നീങ്ങാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ആളുകൾ അവിടെ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. അതിൽ ഏത് ഇക്വേഷൻ വേണം എന്ന കാര്യത്തിൽ ഈ തീരുമാനം ഉണ്ടായിട്ട് വേണം. അതിന് ഒരു 3-4 ദിവസം കൂടി എടുക്കും. രാഹുൽ ഗാന്ധി 14-ാം തീയതി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ശരിയാണ്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. നമുക്ക് മുല്ലപ്പള്ളിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ VM സുധീറിന്റെ കാര്യത്തിൽ അല്ല, സുധീരൻ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് തീരുമാനമായല്ലോ. KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല, സുധീരൻ മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഞാൻ ശാരീരിക അസ്വസ്ഥയാണ് മെഡിക്കൽ എന്താ നമ്മുടെ കണ്ണൂരിലെ സുധാകരന്റെ അതല്ല, രണ്ടാണ്. സുധാകരൻ മുട്ടുവേദന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വയനാട് പറഞ്ഞാൽ ആ മുട്ടുവേദന മാറുമായിരുന്നു. സുധാകരൻ മത്സരിക്കുന്നതിൽ കണ്ണൂരെ മത്സരിക്കുള്ളൂ. സുധാകരൻ കണ്ണൂര് പാട്ടും പാടി ജയിക്കും. അവിടെ ശ്രീമതി ടീച്ചറെ ഭയന്നിട്ടാണോ സുധാകരൻ? അത് വലിയ ഭയമായിരിക്കും. NC മോഹനൻ വെറും 16 പടക്കുതിരകളല്ല, 36 പടക്കുതിരകൾ ഉണ്ടാവും. തമിഴ്നാട് സീറ്റല്ല, ഒരു സീറ്റിൽ 2-3 ആളുകളെങ്കിലും നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇവർ വല്ലാതെ വർത്തമാനം പറയുന്നുണ്ടല്ലോ. ശ്രീ ഉമ്മൻചാണ്ടി അത്ര ജനസ്വാധീനമുള്ള ആളാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്നയാൾ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ട ഘട്ടം വന്നപ്പോൾ എന്തിനാണ് ഇവർ ഈ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിയത്? ക്ലാരിറ്റിയോട് കൂടി ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാറി നിൽക്കാൻ സമ്മർദ്ദം ചെലുത്തി മാറ്റിയതാണ്. ഉമ്മൻചാണ്ടി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ. അതെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപാണ്. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ. നമ്മൾ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ കൊടുക്കേണ്ടത്. അദ്ദേഹം 2016 നിയമസഭ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ്. അദ്ദേഹം പറയുന്നു ഞാൻ KPC പ്രസിഡന്റ് ആകാനില്ല, ഞാൻ പ്രതിപക്ഷ നേതാവാകാനില്ല. കിട്ടില്ല എന്ന് വന്നപ്പോഴല്ലേ നികേഷ് അങ്ങനെ അഭിപ്രായം പറഞ്ഞത്? അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാനില്ല എന്ന് പറയുന്നത് ചെന്നിത്തലയ്ക്കാണ് ജയിച്ചു വന്ന MLA-മാരിൽ മഹാഭൂരിപക്ഷം പേരും എന്നുള്ളത് അങ്ങനെയാണ് ആക്കിയത്. ആക്കണ്ടേന്ന് ഇതാക്കണ്ടേ? ഇത് ജീർണിച്ച ഒരു ഗവൺമെന്റിന്റെ ബാക്കി പത്രമാണ് ശ്രീ ഉമ്മൻചാണ്ടി. 2011 മുതൽ 16 വരെ അധികാരത്തിലിരുന്ന കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ എല്ലാ ജീർണതകളുടെയും ബാക്കി പത്രമാണ്. ആ ഉമ്മൻചാണ്ടി അതിമഹത്തായ ഒരു വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ്. എവിടെ മത്സരിക്കണം എന്ന് ആലോചിക്കുന്ന ഇടുക്കിയിൽ തന്നെ ഉമ്മൻചാണ്ടിയോടൊപ്പം വേറെ പേര് ഒരു കാര്യം ഇവിടെ ക്ലിയർ ആയി കേട്ടോ. അതായത് കോട്ടയത്തേക്ക് ഉമ്മൻചാണ്ടി വന്ന് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുക എന്നുള്ള ഒരു ഇക്വേഷനെ കുറിച്ച് ആദ്യം സംസാരിച്ചു. അത് തീർന്നു. ഇവിടെ മോഹൻ ഒരു കാര്യം പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ വില. ഉമ്മൻചാണ്ടി എന്ന വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് കേരളത്തിലെ ജനഹൃദയങ്ങളിൽ ചെയ്ത നിരവധി സേവനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 1000 ദിവസങ്ങളിലൂടെ ഒരു താരതമ്യ പഠനം നടത്തി നോക്കി. ഈ വർത്തമാനം പറയുമ്പോൾ 2016 ഈ കേരളത്തിലെ ജനങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തി തീരുമാനിച്ചു വന്നിരിക്കുന്നത്. കടുപ്പിച്ച് ഉമ്മൻചാണ്ടി നടന്ന കാൽപ്പാടുകളിലൂടെ നടക്കാൻ പോലും കഴിയാത്ത മുഖ്യമന്ത്രിയാണെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയെ തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഒരിക്കലും ഉമ്മൻചാണ്ടി നടന്നുപോയ പാത ആ വഴിയിൽ കൂടെ പോലും നടക്കാനുള്ള ഒരു കഴിവ് 1000 ദിവസം പിന്നിടുന്ന ഇടതുപക്ഷ മുഖ്യമന്ത്രിയാലും അത് ജീർണതയുടെ ജനവിരുദ്ധനായ ഒരു മുഖ്യമന്ത്രി. ചേക്കുട്ടി, നമ്മളിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. 2 സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, 2 ജില്ലാ സെക്രട്ടറിമാർ, 6 സിറ്റിംഗ് MP-മാർ, 6 MLA-മാർ, സിറ്റിംഗ് MLA-മാർ, ഇവരൊക്കെ നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് സമീപകാല ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായിരിക്കും.
അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിലൂടെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോൺഫിഡൻസ് ആണോ, ആത്മവിശ്വാസമാണോ, ആത്മവിശ്വാസമില്ലായ്മയാണോ തെളിയിക്കുന്നത്? അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കലാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി ലിസ്റ്റിലൂടെ കോൺഗ്രസ് എന്തായാലും തീരുമാനമെടുക്കാൻ വൈകുന്നതിൻ്റെ ഒരു കാരണമായി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമില്ലായ്മയോ ആത്മവിശ്വാസമോ ഏതാണ് താങ്കളും അനുമാനിക്കുന്നത്? ഞാൻ ആ ലിസ്റ്റിൽ എനിക്ക് നല്ല സ്ഥാനാർത്ഥികളുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ധാരാളം നല്ല സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ നിയമസഭയിൽ 5 വർഷം തികയ്ക്കാൻ ബാധ്യസ്ഥരായ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് ജനങ്ങളോട് നമ്മൾ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. നിങ്ങളെ 5 വർഷം സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. കേരളത്തിലെ സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇരിക്കേണ്ട ആളുകൾ, കേരളത്തിലെ ജനങ്ങളെ അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ സേവിക്കേണ്ട ആളുകൾ 6 പേരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് പുറത്തുള്ള ആളുകളെ കൊണ്ടുവരാൻ കഴിയൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ 50% ആളുകളെ കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ വലിയ തോതിൽ ശക്തിയുള്ള ഒരു വലിയ യുവജന വിഭാഗം അവർക്കുണ്ട്. എന്തിനാണ് ഈ MLA-മാർ തന്നെ ഇങ്ങോട്ട് വെട്ടിയെടുക്കുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ ചോദിക്കില്ല ഈ ചോദ്യം. ഇടതുപക്ഷ ജനാധിപത്യത്തിന് ആലോചിക്കുന്ന ഒരു വിഷയം. ഇങ്ങനെയാണോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടത്? ഒരു വൈഡർ ചോയ്സ് ഉള്ള ഒരു പാർട്ടി, വൈഡർ ചോയ്സ് ഉള്ള ഒരു പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം ഈ ഇൻസെസ്റ്റസ് റിലേഷൻഷിപ്പിന്റെ മാതിരിയാണ്. ഒരു കുടുംബത്തിൽ തന്നെ അങ്ങോട്ടും കല്യാണം കഴിച്ചെടുക്കുന്ന മാതിരിയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇത് പോകുകയാണ്. ഇത് വളരെ ദോഷം ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഇത് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് ജനങ്ങളോട് കൊടുക്കുന്നത്. യുവജനങ്ങൾ വേറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവരെന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് അവർ പറയേണ്ടതായിട്ട് വരും. പക്ഷേ ചേക്കുട്ടി, ഇതിനകത്ത് എന്താ കാര്യങ്ങൾ തുറന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്? LDF-നെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയം മുന്നോട്ട് വന്നിരിക്കുന്നു. 2 ഇപ്പോൾ പെരിയ ഇരട്ട കൊലപാതകം വലിയ നിലയിൽ പ്രതിരോധത്തിലാണ്. അപ്പോൾ മാത്രമല്ല, ഇവിടെ നിന്ന് അയക്കുന്നവർ വേണം ഇടതുപക്ഷത്തിന് പാർലമെന്റിൽ സംസാരിക്കാൻ. ആ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഈ പറയുന്നവർ അവിടേക്ക് പോയാൽ അവിടെ പ്രാതിനിധ്യം ഉണ്ടാകും എന്ന് മാത്രമല്ല, ആ നിലയിൽ യാതൊരു തരത്തിലും ഒരു റിസ്ക് എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാവിലെ 8:30-ക്ക് ജയിക്കേണ്ട മണ്ഡലമാണല്ലോ. അവിടെ എന്താ അതിൻ്റെ തടസ്സം? MK രാഘവൻ എന്ന് പറയുന്ന ജനപ്രതിനിധി, ആ ജനപ്രതിനിധിയെ നേരിടാൻ മറ്റൊരു ജനപ്രതിനിധിയെ തന്നെ മുന്നോട്ട് വെക്കണം. അവിടെ മറ്റൊരു മുഹമ്മദ് റിയാസ് പോരാ എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ്, ഏത് നിലയിലാണ് കൃത്യമായി നേരിടാനാവുക എന്നുള്ളൊരു പഠനവും അതിൻ്റെ ഗവേഷണവും നടത്തിയിട്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എക്സാക്ട്ലി, അതാ എൻ്റെ പോയിന്റ്. ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് രാഷ്ട്രീയ മുന്നണിയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ, ഇടതുപക്ഷ മൂല്യങ്ങളുടെ പേരിൽ, അതുവരെയുള്ള ഈ കേരളത്തിലെ അവരുടെ പ്രവർത്തനത്തിന്റെ പേരിലാണ് അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നതും. ജനപ്രിയതയോ അല്ലെങ്കിൽ പിന്നെ സെക്സിസോ ഒന്നും അല്ല പ്രധാനം. മറിച്ച് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് ധാരാളം യുവജനങ്ങളെ കൊണ്ടുവരാം. റിയാസിന്റെ കാര്യം പറഞ്ഞു. മുഹമ്മദ് റിയാസ് അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അദ്ദേഹം 800 വോട്ടിനാണ് രാഘവനോട് മത്സരിച്ച് 800 വോട്ടിന് മാത്രമാണ് റിയാസ് തോറ്റിട്ടുള്ളത്. വിജയരാഘവനാണ് 10,000 വോട്ടിന് തോറ്റത്. അപ്പൊ യഥാർത്ഥത്തിൽ കഴിവുള്ള സ്ഥാനാർത്ഥികൾ ധാരാളം ഉണ്ട്. അതിന് പകരം വളരെ പരിമിതമായിട്ടുള്ള ഒരു ബാസ്ക്കറ്റിൽ നിന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എടുക്കുന്നത്. അത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അവർ കാണിക്കുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളെ നേരിടാൻ ഭീതിയുണ്ട് എന്ന് പരസ്യമായിട്ട് പറയാണ്. അത് പറയേണ്ടിയിരുന്നില്ല. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള ഒരു പുതിയ നിരയെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ശ്രീ ചേക്കുട്ടിയുടെ വാദത്തെ ഞാനൊരു കൗതുക വാർത്ത കേൾക്കുന്നത് പോലെ കേൾക്കുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ സാമാന്യ ബോധമുള്ള മുഴുവൻ മലയാളിക്കും അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കും പ്രഖ്യാപിക്കപ്പെട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു താരശോഭ എന്താണെന്നുള്ള കാര്യം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് തികഞ്ഞ അനുഭവ സമ്പത്തോടു കൂടിയാണ് ജനപ്രിയത എന്ന് പറയുന്ന ഒരു വൈകാരിക അംശം അവർ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുക എന്നുള്ള എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. MLA-മാരായിരിക്കുമ്പോൾ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ
കൂടുതൽ വിജയസാധ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരെ തിരഞ്ഞെടുക്കാനും അവരെ മത്സരിപ്പിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്നത് മുന്നണിയുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എന്ന് ദുർവ്യാഖ്യാനിക്കുന്നത് വളരെ കഷ്ടമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ മത്സരിപ്പിച്ചിട്ടുള്ള MLA-മാരെ പരിശോധിക്കുക. ഈ MLA-മാരെല്ലാം ഒന്നിലധികം തവണ അവരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏത് കടുത്ത മത്സരത്തെയും അതിജീവിച്ച് ഉന്നതരായി വിജയിച്ചു വന്ന് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ അങ്ങേയറ്റം ആഴത്തിലുള്ള സ്ഥാനവും അംഗീകാരവും നേടിയിട്ടുള്ളവരാണ്. അവരുടെ സ്ഥാനാർത്ഥിത്വം ആ പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തെ ജനങ്ങൾക്കിടയിലേക്ക് അതിശക്തമായി വ്യാപിപ്പിക്കുന്നതിന് ഈ സ്ഥാനാർത്ഥിത്വം പ്രയോജനപ്പെടും എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് മത്സരിപ്പിക്കുന്നത്. അത് ആത്മവിശ്വാസമില്ലായ്മയല്ല. ബഹുമാനനായ ശ്രീ ചേക്കുട്ടി അറിയേണ്ടത് ആത്മവിശ്വാസത്തിൻ്റെയാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്ന് കണക്കാക്കാൻ കഴിയണം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ UDF-നേക്കാൾ BJP-യേക്കാൾ എത്രയോ മുന്നിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എന്നുകൂടി കാണണ്ടേ. ഓരോ സ്ഥാനാർത്ഥിയുടെയും മികവ് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയ സമീപനങ്ങളും ഈ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടും. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ BJP-ക്കും കോൺഗ്രസിനുമെതിരായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കേണ്ടത് ചരിത്രപരമായ അനിവാര്യതയാണെന്ന് ബോധ്യപ്പെടും. അതിനാണ് ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിക്കുന്നത്. ആത്മവിശ്വാസത്തോടു കൂടിയാണ്. നോക്ക്, ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ലോക്സഭയിൽ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ താങ്കൾ തർക്കിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യമാണ് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന് LDF മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 6 MLA-മാരെ നിർത്തിയിട്ടുള്ളത്. താങ്കൾ അത് വേറെ ആളില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു നിരാശാബോധം, അല്ലെങ്കിൽ ആ നിലയിലുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുന്നില്ല എന്നൊരു നിരാശാബോധം താങ്കൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കുറെ കൂടി സങ്കുചിതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിന്തിച്ചിരുന്നു എങ്കിൽ ഇവരൊന്നും നിർത്താതിരിക്കുകയായിരുന്നില്ലേ ഉണ്ടാവുക. അപ്പോൾ ഉദാഹരണത്തിന് PV അൻവർ ഇല്ല എങ്കിൽ ആ മണ്ഡലത്തിൽ മറ്റൊരാൾക്ക് ജയിച്ചു വരാൻ കഴിയില്ല എന്ന സാഹചര്യമുണ്ട്. കാരണം അൻവറിനെ തന്നെ ആ നിലയിലാണ് വളർത്തിയെടുത്തിട്ടുള്ളത്. പ്രദീപ് കോഴിക്കോട് നോർത്ത്, ആ മണ്ഡലം ജയിക്കുന്നത് പ്രദീപിൻ്റെ മാത്രം ഗുണം കൊണ്ടാണ്. അവിടെ UDF-ൻ്റെ തരംഗം ഉണ്ടാകുമ്പോഴും പ്രദീപ് മാത്രം കോഴിക്കോട് നിന്ന് ജയിച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ വീണയുടെ കാര്യത്തിൽ ആറന്മുള പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണ്. അവിടെ വീണ ജോർജിനെ പോലുള്ള ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ നിർത്തി 7000-ലധികം വോട്ടുകൾക്കാണ് അവർ ആ മണ്ഡലത്തിൽ ജയിച്ചു വന്നത്. ഇനി ഒരിക്കൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ നിലയിൽ വിജയിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ഈ ചിറ്റേത്ത് ഗോപകുമാറിൻ്റെ കാര്യത്തിലായാലും എന്തിനെ സി ദിവാകരൻ്റെ കാര്യത്തിലായാലും, സി ദിവാകരൻ കഴിഞ്ഞ വർഷം നമ്മൾ കേട്ട അപവാദം എന്ന് പറയുന്നത് സി ദിവാകരനെ തോൽപ്പിച്ച് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു സി ദിവാകരനെ അവിടെ മത്സരിപ്പിച്ചത് എന്നാണ്. ഇത്രയധികം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു വീണ്ടും മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കലാണല്ലോ ഇനി വരാനുള്ള മാസങ്ങളിലും വർഷങ്ങളിലും LDF ചെയ്യേണ്ടത്. അതല്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതിനപ്പുറത്ത് ലോക്സഭയിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ കുറെ കൂടി വിശാലമായ രീതിയിൽ, സങ്കുചിതമായ രീതിയിലല്ല, വിശാലമായ രീതിയിൽ ചിന്തിക്കുകയല്ലേ LDF ചെയ്യുന്നത്? എനിക്ക് സമയം തന്നോട്ടെ. നികേഷ്, ഞാൻ ഒരു സാധാരണ ഒരു എന്താ പറയുക ജേർണലിസ്റ്റ്, ഒരു ഒബ്സർവർ മാത്രമാണ്. ഞാൻ ഈ മുന്നണി, 2 മുന്നണികളെയും 3 മുന്നണിയിലെയും ഒക്കെ തന്നെ പുറത്തുനിന്ന് ആണ് കാണാൻ ശ്രമിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആളുകളെ വെച്ച് നമ്മൾ ഈ പഴയ തറവാടുകളിലൊരു സംവിധാനമുണ്ട്. പിന്നെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ചെടുക്കുക, പുറത്തൊരാൾക്കും കൊടുക്കാതിരിക്കാന്നൊരു രീതി. അത് പണ്ട് ഈ കോൺഗ്രസിന് ആ രീതി ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ആളുകൾ, വളരെ വേണ്ടപ്പെട്ട ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നികേഷ് കുമാർ കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഈ തവണയായപ്പോഴേക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? വീണ ജോർജ് നിങ്ങളുടെ കൂടെ കൊളീഗായിരുന്ന ആളല്ലേ? വീണ ജോർജിന് ശേഷം വേറെ ഒരു ജേർണലിസ്റ്റിനെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതൊക്കെ ഞാൻ പറയുന്നത് വളരെയേറെ ഒരു ഓപ്പൺ തിങ്കിങ്, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത്
എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ തവണ ആ പാർട്ടി കാണിച്ചിട്ടില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. നേരത്തെ കൊണ്ടുവന്ന ആളുകൾ തന്നെ പലരും ഈ യഥാർത്ഥത്തിൽ അവിടെ വഴിയിൽ കിടക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങളടക്കം. ഇപ്പൊ ഇങ്ങനെ ഉള്ളൊരു ആലോചനയില്ലാതെ വളരെ പരിമിതമായ ഒരു വൃത്തത്തിൽ നിന്നുകൊണ്ട് വളരെ ഒരു ചുരുങ്ങിയ ഒരു സർക്കിളിൽ നിന്നുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് സ്ഥാനാർത്ഥികളുടെ മഹാത്മ്യം കൊണ്ടായിരിക്കും, ഞാൻ അതൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ അത് കാണിക്കുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന സമ്പർക്കത്തെക്കുറിച്ചുള്ള ജനങ്ങൾക്കിടയിൽ അതിനുള്ള സ്വീകാര്യതയെ സംബന്ധിച്ചുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നാണ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ്. അത് ശരിയാവാം, തെറ്റാവാം. പക്ഷേ എനിക്കതാണ് തോന്നുന്നത്. ഒരു വാചകത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലേ, ഇവർക്ക് ഒരു മഹത്വം എന്താ? 20 ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ, ഒരാളൊരു കൊലയാളി, ഒരാളൊരു മുതലാളി, ഒരാളൊരു കോമാളി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ പറയട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ കോൺഗ്രസിന് പിന്നെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കോമാളിയാണോ കൊലയാളിയാണോ ഒന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ കോൺഗ്രസിന്റെ സാന്നിധ്യം പോലും കമ്മ്യൂണിസ്റ്റ് മുന്നണിയാണ്, കമ്മ്യൂണിസ്റ്റ് മുന്നണിയാണ്, ഇടതുമുന്നണിയല്ല. ആരാണെന്ന് പോലും പറയാൻ കഴിയാത്ത CPI മാത്രമേ ഉള്ളൂ. ജനാധിപത്യ പാർട്ടികളില്ല, മതേതര പാർട്ടികളില്ല. അവർ കിടന്ന് വെള്ളം കുടിക്കാൻ പോകുക. കേരളത്തിൽ ജനാധിപത്യ പാർട്ടികളില്ലാതെ, മതേതര പാർട്ടികളില്ലാതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയും CPI മാത്രം സീറ്റ് പങ്കിട്ട് മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അവർ വെള്ളം കുടിക്കാൻ പോകുന്നു. വളരെ നന്ദി. NC മോഹനനൊപ്പം തന്നെ NP ചേക്കുട്ടി ന്യൂസ് നൈറ്റിൽ സഹകരിച്ചതിന് നന്ദി, നമസ്കാരം.